ഹലോ ഫ്രണ്ട്സ്, ജാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ജാവയിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു പുതിയൊരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ MyFrame എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ജാവയുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കോഡ് എഴുതേണ്ടത്. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, നമ്മൾ ജാവയുടെ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, AWT എന്ന് പറഞ്ഞ പാക്കേജിനകത്തുനിന്ന് വരുന്നത്. പിന്നെ അല്ലാതെ ജാവ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയാണ്. ഒന്ന് ഫ്രെയിം വരുന്നത് AWT ലൈബ്രറിയിൽ നിന്നും, പിന്നെ ജാവ എക്സ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ട്, അതിൽ നിന്ന് വരുന്നതാണ് ജാവ സ്വിംഗ് എന്ന് പറയുന്നത്. അത് രണ്ടും തമ്മിൽ കുറച്ച് അപ്പിയറൻസിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസിലും മെത്തേഡ്സിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രെയിം വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കാം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിൻഡോകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജാവ AWTയിലെ ഫ്രെയിം എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്രെയിം എന്ന് പറഞ്ഞൊരു ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫ്രെയിം, ഇവിടെ ഞാൻ MyWindow എന്ന് പറയുന്നു, ഈക്വൽസ് ന്യൂ ഫ്രെയിം. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. നമുക്ക് ആ ടൈറ്റിൽ ബാറിൽ വരുന്ന വിൻഡോയുടെ ടൈറ്റിൽ വരുന്നു. ഇവിടെ ഞാനിവിടെ ആദ്യത്തെ ആണ്ട് ഞാൻ ഹലോ വേൾഡ് എന്ന് പറയുന്നു. ഇവിടെ എറർ വന്ന കാരണം നമുക്കിവിടെ AWT ഇമ്പോർട്ട് ചെയ്യണം. AWT എന്ന് പറഞ്ഞ അതിലാണ്, ഈ പറയുന്ന AWT ലൈബ്രറിയിലാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറഞ്ഞ ക്ലാസ് ഇരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് നമ്മുടെ MyWindow ആണ് ഇനി ഒബ്ജക്റ്റ്. അതിന് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യണം. അതിന് ഒന്ന്, അതിന്റെ സൈസ്, ഇത് നമ്മളുടെ ഇവിടെ ഹൈറ്റും വിഡ്ത്തും പറയണം. ആദ്യം നമ്മൾ വിഡ്ത്താണ് പറയേണ്ടത്, പിന്നെ നമുക്ക് ഹൈറ്റ്. അതിനുശേഷം ഇതിന്റെ MyWindow വിസിബിൾ ആക്കണം. ബൈ ഡീഫോൾട്ട് വിസിബിൾ ആയിരിക്കത്തില്ല. ഇവിടെ സെറ്റ് വിസിബിൾ എന്ന് പറയുക. എന്നിട്ട് അത് ട്രൂ ഓർ ഫോൾസ് ആണ്, ബൂളിയൻ വാല്യൂ പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ ട്രൂ കൊടുക്കുക. ഇനി നമുക്കത് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യാം. ഇപ്പം ഇതൊരു നമുക്ക് യാതൊരുവിധ ആക്ഷൻ ഇല്ലാത്ത ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് എന്തായാലും ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം, നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ടൈറ്റിലോടുകൂടി ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആക്ഷൻ ഒന്നും കാണില്ല. അഥവാ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആകത്തില്ല. നമുക്കിവിടെ ടെർമിനലിൽ തന്നെ ഇവിടെ ബട്ടൺ അമർത്തി ക്ലോസ് ചെയ്യുക വേണം, ഇല്ലെങ്കിൽ Ctrl+C പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിൻഡോ AWT ലൈബ്രറിയിലെ ഫ്രെയിം എന്ന് പറഞ്ഞ ക്ലാസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഈ വിൻഡോയ്ക്ക് ഒരു ആക്ഷൻ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് ക്ലോസ് ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ആഡ് ചെയ്യാന്ന് വെക്കാം. നമുക്ക് അതിനു വേണ്ടി myWindow.addWindowListener എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ആഡ് വിൻഡോ ലിസണർ. ഇവിടെ നമുക്ക് ന്യൂ വിൻഡോ ലിസണർ കൊടുക്കാം. ഇവിടെ ന്യൂ വിൻഡോ ലിസണർ, ഇവിടെ നമുക്ക് കാണാം അനോണിമസ് ഇന്നർ ക്ലാസ്സുകളുണ്ട്. ന്യൂ വിൻഡോ ലിസണർ കൊടുക്കുമ്പോൾ ഇവിടെ അനോണിമസ് ഇന്നർ ക്ലാസ്സുകളായിട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്കത് കാണാം. അങ്ങനെ നമ്മൾ കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നമുക്കിവിടെ 7 മെത്തേഡുകൾ ഇവിടെ ഓവർറൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് വിൻഡോ ഓപ്പൺഡ്, പിന്നെ ഒന്ന് വിൻഡോ ഐക്കണിഫൈഡ്, അതായത് ഐക്കൺ ആയിരിക്കുമ്പോൾ വിൻഡോ തുറക്കുമ്പോൾ, പിന്നെ ഡി ഐക്കണിഫൈഡ്, അതുപോലെ തന്നെ വിൻഡോ ഡീആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ, ക്ലോസിംഗ് ആയിരിക്കുമ്പോൾ, ക്ലോസ്ഡ് ആയിരിക്കുമ്പോൾ, വിൻഡോ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് വിൻഡോ ക്ലോസിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. വിൻഡോ ക്ലോസിംഗിനകത്ത് നമ്മൾ വെറുതെ System.exit 0 എന്ന് കൊടുത്തിട്ട് നമ്മളതൊന്ന് സേവ് ചെയ്യുക, എന്നിട്ടൊന്ന് റൺ ചെയ്യുക. ഇപ്പൊ നമുക്ക് വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി ക്ലോസ് ആയി കിട്ടും. സോ ഇപ്പൊ ഇതിനകത്ത് ഈ ആക്ഷൻ എഴുതിയത് നമ്മൾ വിൻഡോ ലിസണർ യൂസ് ചെയ്ത. ഇനി നമുക്ക് ആവശ്യമുള്ള വിൻഡോ ക്ലോസിംഗ് മാത്രമായിരുന്നു, അത് വെച്ചിട്ട് ചെയ്യാം. അതിന് നമ്മൾ വിൻഡോ ലിസണറിന് നമുക്ക് വിൻഡോ അഡാപ്റ്റർ യൂസ് ചെയ്യാം. അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇന്നർ ക്ലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ വിൻഡോ ക്ലോസിംഗ് ഫംഗ്ഷൻ മെത്തേഡ് മാത്രം കോൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ രീതിയിലോട്ട് ഇതൊന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിവിടെ ഈ ഫങ്ഷൻസ്, ഈ മെത്തേഡ്സ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ആഡ് വിൻഡോ ലിസണർ എന്ന് പറയുന്നത് ന്യൂ വിൻഡോ അഡാപ്റ്റർ എഴുതുക. ഇവിടെ ചൂസ് ചെയ്യുക വിൻഡോ അഡാപ്റ്റർ. എന്നിട്ട് അതിനകത്ത്
നമ്മൾ ആ മെത്തേഡ് മാത്രം എഴുതുക. പബ്ലിക് void window closing window event എന്ന് പറയുക. ഇത് നമുക്ക് ഇതിനകത്ത് System.exit 0 എന്ന് കൊടുക്കുക, സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോ അഡാപ്റ്റർ ആണ് ഇന്നർ ക്ലാസ്, അനോണിമസ് ഇന്നർ ക്ലാസ് ആയിട്ട്. അതിനകത്ത് നമ്മൾ വിൻഡോ ക്ലോസിംഗ് എന്നുള്ളൊരു മെത്തേഡ് മാത്രമേ എടുത്തുള്ളൂ. മറ്റേത് നമുക്ക് 7 മെത്തേഡ് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് വിൻഡോ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കോഡ് കുറച്ചുകൂടെ ചുരുക്കി നമുക്ക് ഈ അഡാപ്റ്റർ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ ഈ 2 രീതിയിലുള്ള ഇവന്റ് ലിസണിങ് മെത്തേഡും നമുക്ക് മനസ്സിലായി. ഇവന്റ് ലിസണിങ് എന്നാൽ നമ്മൾ വിൻഡോയ്ക്ക് ആക്ഷൻ കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.